നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അരുൺ ഉമ്മൻ. കൊച്ചി VPS ലെയ്ഷർ ഹോസ്പിറ്റൽ ന്യൂറോ സർജനാണ്. അമിതമായ ക്ഷീണം പലർക്കും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? അമിതമായ ക്ഷീണത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാസീനമായ ജീവിതശൈലി, അതായത് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ. എപ്പോഴും ഇരുന്നുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അവർ അധികം വ്യായാമം ചെയ്യുന്നില്ല. അപ്പോൾ അവർക്കൂടെ നമ്മുടെ പേശികളുടെയും ഞരമ്പുകളുടെയും സെൽസിൻ്റെയൊക്കെ പ്രവർത്തനം കുറവാണ്. നമ്മുടെ വ്യായാമം ചെയ്യുമ്പോഴാണ് നമ്മുടെ ഞരമ്പുകളൊക്കെ കൂടുതൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നതും നമ്മുടെ ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി, നമ്മുടെ ഓക്സിജൻ അബ്സോർപ്ഷൻ എല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതും നമ്മുടെ ഞരമ്പുകളൊക്കെ കൂടുതൽ ശക്തമാകുന്നത്. പക്ഷേ എക്സസൈസ് ചെയ്യാതെ എപ്പോഴും ഉദാസീനമായിട്ട് എപ്പോഴും ഈ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും ക്ഷീണം കൂടുതലായിരിക്കും. പിന്നെ മറ്റൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നില്ല. അത് പല ആൾക്കാർക്കും ഉറക്കത്തിൻ്റെ ഡ്യൂറേഷൻ കറക്റ്റ് ആയിരിക്കും. ചിലർ 8 മണിക്കൂർ ഉറങ്ങുമായിരിക്കും, പക്ഷേ അവരുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി മോശമായിരിക്കും. ചിലർക്ക് നല്ല ഉറക്കം കിട്ടുമെങ്കിലും അധികം നേരം ഉറക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ വേണ്ട രീതിയിൽ നല്ല ഉറക്കം കിട്ടിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ക്ഷീണം കൂടുതലായിരിക്കും. പിന്നെ എപ്പോഴും തെറ്റായ സമയങ്ങളിൽ ഉറക്കും, അത് മാറി മാറി വേറെ സമയങ്ങളിൽ ഉറക്കുക. ഷിഫ്റ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ ചില ദിവസം രാത്രി ആയിരിക്കും, ചിലർക്ക് രാവിലെ ആയിരിക്കും ഉറങ്ങുന്നത്. അങ്ങനെ പല സമയങ്ങളിൽ ഉറങ്ങുന്ന ആൾക്കാർക്ക് എപ്പോഴും ക്ഷീണം കൂടുതലായിരിക്കും. കാരണം ബോഡിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ സ്ലീപ്പ് നമ്മൾ ഉറക്കത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലൊരു കറക്റ്റ് ടൈമിൽ ഉറങ്ങി കറക്റ്റ് ടൈം എഴുന്നേൽക്കുകയാണെങ്കിൽ എപ്പോഴും അങ്ങനെ ഒരു സൈക്കിൾ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഉറക്കത്തിൻ്റെ ക്വാളിറ്റി വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ എപ്പോഴും ഷിഫ്റ്റ് വെച്ച് മാറി മാറി ഉറങ്ങുന്ന ആൾക്കാർക്ക് പലപ്പോഴും നല്ല ഉറക്കം കിട്ടാറില്ല. പിന്നെ ഭക്ഷണ രീതിയിൽ വരുന്ന ചില പ്രശ്നങ്ങൾ, അതായത് ചിലപ്പം നമ്മൾ ഡയറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഭക്ഷണം അങ്ങ് കുറയ്ക്കും. നമ്മുടെ ശരീരത്തിന് ബേസിക്കായിട്ടൊരു ഫംഗ്ഷൻ, ഒരു ജോലിയും ചെയ്യില്ല, ബേസിക്കായിട്ട് ഫംഗ്ഷന് ഒരു 1000-1500 കാലറി ആവശ്യമുണ്ട്. ചില ആൾക്കാർ അതുപോലും എടുക്കത്തില്ല. അപ്പം സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൽ ഒരുപാട് സ്ട്രെസ് വരുന്നു, ഒരുപാട് ക്ഷീണിക്കുന്നു, നമ്മുടെ ഞരമ്പുകൾക്ക് നമ്മുടെ ബോഡിയിലുള്ള ബേസിക് ഫംഗ്ഷൻ ഒന്നും നടക്കുന്നില്ല. സെൽസിനൊക്കെ വേണ്ട രീതിയിലുള്ള ന്യൂട്രീഷനും ഓക്സിജനൊന്നും കിട്ടുന്നില്ല. അപ്പം ഡെഫിനറ്റ്ലി വളരെയധികം ക്ഷീണം ഉണ്ടാകും. പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല, അത് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. പിന്നെ ഭക്ഷണ രീതിയിലാണെങ്കിൽ ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുന്നില്ല. അത് നമ്മുടെ സെൽസിനും നമ്മുടെ ഹോർമോൺസിനൊക്കെ പ്രവർത്തനത്തിൽ പ്രോട്ടീൻസ് വളരെ ആവശ്യമുള്ള സംഭവമാണ്. അപ്പം പ്രോട്ടീൻ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ക്ഷീണം വരും. പിന്നെ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്സ് അമിതമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രവണത, പക്ഷേ സ്വീറ്റ്സ് ഒരുപാട് കഴിക്കുന്നു, അല്ലെങ്കിൽ മൈദ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുമ്പോൾ ശരീരത്തിലെ ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടുന്നു, ഒരുപാട് ഇൻസുലിൻ സെക്രീറ്റ് ചെയ്യുന്നു, പെട്ടെന്ന് ഷുഗർ ലെവൽ കുറയുന്നു, അപ്പോഴേക്കും പിന്നെയും ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഈ ഒരു പ്രവണത കാരണം നമുക്ക് ക്ഷീണവും കൂടുന്നു, നമുക്ക് വണ്ണവും കൂടുന്നു. അങ്ങനെ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട്. പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ്, അത് നമ്മൾ പറഞ്ഞ പോലെ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാർക്ക് എപ്പോഴും നമ്മുടെ ആ ഒരു ഊർജ്ജം കുറവായിരിക്കും. പിന്നെ സെറട്ടോണിൻ, എൻഡോർഫിൻ ലെവലൊക്കെ ഭയങ്കര കുറവായിരിക്കും. അങ്ങനെ അവർക്ക് എപ്പോഴും ക്ഷീണം വരാം. പിന്നെ അമിതമായിട്ട് സ്ട്രെസ്സുള്ള അല്ലെങ്കിൽ സമ്മർദ്ദമുള്ള ആൾക്കാർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. കാരണം ബോഡിയുടെ കോർട്ടിസോൾ ലെവലും അഡ്രിനൽ ഹോർമോൺസ് ലെവലും എന്ന് വെച്ചാൽ ഇതെല്ലാം സ്ട്രെസ്സ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഹോർമോൺസാണ്. ഇതെല്ലാം നമ്മുടെ ഓരോ ഞരമ്പുകളും ചെറിയ തോതിലൊക്കെ ഡാമേജ് വരുത്തും. അപ്പം ഇത് വളരെയധികം സമ്മർദ്ദമുള്ള ആൾക്കാർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. കാരണം ആവശ്യമില്ലാത്ത ബാഡ് ഹോർമോൺസ് പറയുന്ന സംഭവങ്ങൾ ശരീരത്തിൽ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ക്ഷീണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. താങ്ക് യു.